Pharmacology of Progestin. രണ്ടാമത്തെ ഫീമെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നതാണ് പ്രൊജസ്റ്റിൻ എന്ന് പറയുന്നത്. Coming to the definition, these are the substances which will convert estrogen primed proliferative endometrium to secretory and to maintain pregnancy in animals fed after the conception. ഇപ്പോൾ ഈസ്ട്രജൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻഡോമെട്രിയത്തിനെ പ്രോലിഫറേറ്റ് ചെയ്ത് സ്പേമിന് പെനട്രേറ്റ് ചെയ്യാൻ പാകത്തിലാക്കി വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് സെക്സ് ഓർഗൻസിലുള്ള ഈസ്ട്രജൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു യൂട്രസിനെ അല്ലെങ്കിൽ എൻഡോമെട്രിയത്തിനെ സെക്രീറ്ററി ആക്കി മാറ്റുക, അതായത് കൺസെപ്ഷൻ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്ന് സ്പേമും വന്ന് പെനട്രേറ്റ് ചെയ്ത് ഓവവുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓക്കെ, ആ സമയത്തിന് വേണ്ട പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട രീതിയിലുള്ള ഒരു ചേഞ്ച് എൻഡോമെട്രിയത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രൊജസ്റ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസിനെയാണ് പ്രൊജസ്റ്റിൻ എന്ന് പറയുന്നത്. കമ്മിങ് ടു ദ ക്ലാസിഫിക്കേഷൻ, പ്രൊജസ്റ്റിൻ ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു നാച്ചുറൽ ആൻഡ് സിന്തറ്റിക്. നാച്ചുറൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ സെക്രീറ്റ് ചെയ്യുന്ന പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന രീതിയിലാണ് പ്രൊജസ്റ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത്, സെക്രീറ്റഡ് ബൈ കോർപ്പസ് ലൂട്ടിയം ആഫ്റ്റർ ദ ഓവുലേഷൻ. ഓവുലേഷൻ നടന്നതിന് ശേഷം കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നാണ് പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യുക നോർമലായിട്ട് ബോഡിയിൽ. ദർ ആർ സം സിന്തറ്റിക്, ഇതും ഈ പറഞ്ഞ പോലെ ഇനാക്റ്റീവ് ആണ്, ഓറലായിട്ട് കൊടുക്കുന്ന സമയത്ത് ഇനാക്റ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ സിന്തറ്റിക് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക. പ്രൊജസ്റ്ററോൺ ഡെറിവേറ്റീവ് ലൈക്ക് മെട്രോക്സി പ്രൊജസ്റ്ററോൺ അസറ്റേറ്റ്, മെജസ്ട്രോൾ അസറ്റേറ്റ്, ഡൈഡ്രോജെസ്റ്ററോൺ, ഹൈഡ്രോക്സി പ്രൊജസ്റ്ററോൺ കാപ്രോയിഡ്, normegestrol acetate. These are examples of progesterone derivative. Now there are some 19 nortestosterone derivatives. Estrons include norethindrone, or it is also known as norethisterone, lenisternol or ethinyl esternol, and allylsternol. Then gonane, levonorgestrel, desnorgestrel, norgestimate and gestodine. അപ്പോൾ ഇതിൽ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിനി ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് പഠിക്കുന്ന സമയത്ത് ഈസ്ട്രജൻസിലുള്ള കുറച്ച് സിന്തറ്റിക് ആയിട്ടുള്ള ഈസ്ട്രജൻസുകളും പ്രൊജസ്റ്റിൻസിലുള്ള കുറച്ച് സിന്തറ്റിക് ആയിട്ടുള്ള പ്രൊജസ്റ്റജൻസുകളാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അല്ലെങ്കിൽ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുന്ന പിൽസിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ സിന്തറ്റിക് ആയിട്ടുള്ള പ്രൊജസ്റ്ററോണിൻ്റെയും ഈസ്ട്രജൻ്റെയും സംഗതികൾ അപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു നാച്ചുറൽ പ്രൊജസ്റ്റിൻ. നാച്ചുറൽ പ്രൊജസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നതാണ്. സിന്തസിസ് ചെയ്യുന്നത് കൊളസ്ട്രോളിൽ നിന്ന് തന്നെയാണ്. ഹാഫ് ഓഫ് മെനസ്ട്രൽ സൈക്കിളിലാണ് സാധാരണ ഈ പറയുന്ന കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് പ്രൊജസ്റ്ററോൺ സിന്തസിസ് ചെയ്യാറുള്ളത്. മെനസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം LHൻ്റെ ഇൻഫ്ലുവൻസിൽ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് നാച്ചുറൽ പ്രൊജസ്റ്റിൻ ആസ് പ്രൊജസ്റ്ററോൺ എന്ന് പറഞ്ഞിട്ടാണ് അത് സിന്തസിസ് ചെയ്യുന്നത്. And its production will decline day before the next menstrual flow. Then if after the ovum get fertilized with implants, the blastocytes immediately start producing chorionic gonadotropin. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നു എന്ന് വിചാരിക്കും, ഫെർട്ടിലൈസേഷൻ നടന്നു, ഓവം സ്വയവുമായി ഫെർട്ടിലൈസ് ചെയ്തു, ഇംപ്ലാന്റേഷൻ നടന്നു. ബ്ലാസ്റ്റോസൈറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടാകുന്ന സെൽസിനെ പറയുന്ന പേരാണ് ബ്ലാസ്റ്റോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലാസ്റ്റോസൈറ്റ്സുകൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്നത്. ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു ഹോർമോൺ കണ്ടന്റ് ആണ് കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്നത്. പ്രഗ്നൻ്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹോർമോണാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് ബ്ലാസ്റ്റോസൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഫെർട്ടിലൈസേഷൻ നടന്ന് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ നാച്ചുറൽ പ്രൊജസ്റ്റിൻ. നൗ കമ്മിങ് ടു റെഗുലേഷൻ, നേരത്തെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. FSHൻ്റെ ഇൻഫ്ലുവൻസിൽ ഗ്രാഫിയൻ ഫോളിക്കിൾസ് നിന്ന് അത് ഫോളിക്കുലാർ സ്റ്റിമുലേഷനൊക്കെ നടന്ന് ഓവം പ്രൊഡ്യൂസ് ചെയ്ത് LHൻ്റെ ഇൻഫ്ലുവൻസോട് കൂടി ഓവുലേഷൻ നടന്നതിന് ശേഷം ഈ ഉണ്ടായിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്യൂൾസിനെ കോർപ്പസ് ലൂട്ടിയമായിട്ട് കൺവേർട്ട് ചെയ്യും.
ആ കോർപ്പസ് ലൂട്ടിയസ് നിന്നാണ് പ്രൊജസ്റ്ററോൺ റിലീസ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൊജസ്റ്ററോൺ എക്സസ് ആയിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് ഇൻഹിബിഷൻ ഉണ്ടാവുന്നുണ്ട്. ഫർദർ ആയിട്ട് FSHും LHനും ഇൻഹിബിറ്റ് ചെയ്യും. ഈ ഒരു മെക്കാനിസമാണ് നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൽ നമ്മൾ അതിൻ്റെ പ്രിവെൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓവുലേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ FSHും LHും ഉണ്ടാവുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫർദർ FSHും LHും ഉണ്ടാവുന്നത് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ബാക്കിയുള്ള ചേഞ്ചസുകൾ, പ്രൊജസ്റ്ററോൺ ഉണ്ടാക്കുന്ന ചേഞ്ചസുകൾ ഉണ്ട് ബോഡിയിൽ നമുക്ക് കുറേ അധികം. ആ പ്രൊജസ്റ്ററോൺ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന ചേഞ്ചസുകളും ഈസ്ട്രജൻ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന ചേഞ്ചസുകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റെഗുലേഷൻ ഓഫ് റിലീസ്. നൗ കമ്മിങ് ടു മെക്കാനിസം ഓഫ് ആക്ഷൻ. ഈസ്ട്രജൻ റിസപ്റ്റർ ആയിരുന്നു ഈസ്ട്രജൻസിൻ്റെ കേസിൽ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. പ്രൊജസ്റ്ററോൺ റിസപ്റ്റർ ആണ് പ്രൊജസ്റ്ററിൻ്റെ കേസിൽ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്, വിച്ച് ആർ സീൻ ഇൻ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്, ബ്രസ്റ്റ്, CNS ആൻഡ് പിറ്റ്യൂട്ടറി. There are two forms of progestin receptor, short and longer isoform. Short is known as progestin receptor A, short is known as progestin receptor B. Okay, and upon binding with hormone with this progesterone receptor, it will undergo dimerization and attach to the progesterone response element of the target gene, and which will regulate the transcription through the coactivator. ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ഒരു റിസപ്റ്ററാണ് സെല്ലിൻ്റെ അകത്ത് ഈ സൈറ്റിൽ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്, ബ്രസ്റ്റ്, CNS, പിറ്റ്യൂട്ടറി ഇങ്ങനെയുള്ള സൈറ്റുകളിലുള്ള സെൽസിൻ്റെ അകത്ത് ന്യൂക്ലിയസിൻ്റെ അകത്താണ് പ്രൊജസ്റ്ററോൺ റിസപ്റ്റേഴ്സുകൾ ഉള്ളത്. ഈ റിസപ്റ്ററുമായിട്ട് റിലീസ് ചെയ്യുന്ന പ്രൊജസ്റ്ററോൺ വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊജസ്റ്ററോൺ റെസ്പോൺസ് എലമെൻ്റ് ഉണ്ടാവും. അതാണ് ട്രാൻസ്ക്രിപ്ഷൻ, ജീനിനെ റെഗുലേറ്റ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഓഫ് പ്രൊജസ്റ്റിൻസുകൾ ഉണ്ടാക്കും. നാച്ചുറൽ ആയിട്ടുള്ള പ്രൊജസ്റ്റിൻ സാധാരണഗതിയിൽ ഇനാക്റ്റീവ് ആണ്. ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉണ്ടായതുകൊണ്ട് തന്നെ ഇഞ്ചക്റ്റബിൾ ആയിട്ടാണ് സാധാരണഗതിയിൽ അത് ഇഞ്ചക്ട് ചെയ്യാറുള്ളത്. ദെൻ മൈക്രോണൈസ്ഡ് ഫോർമുലേഷൻ പ്രൊജസ്റ്ററോൺ ആണ് സാധാരണ ഓറൽ യൂസിന് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊജസ്റ്റിൻ തന്നെ മൈക്രോണൈസ്ഡ് ഫോമിൽ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഓറലായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാം ആസ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ, സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ നാച്ചുറൽ പ്രൊജസ്റ്റിനോണ് നമുക്കിങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യാം. സിന്തറ്റിക് പ്രൊജസ്റ്റൻസുകളെല്ലാം ഓറലി ആക്റ്റീവ് ആണ്, മെറ്റബോളൈസ്ഡ് സ്ലോലി വിത്ത് പ്ലാസ്മ ഹാഫ് ലൈഫ് റേഞ്ചിങ് ടു 8 to 24 hours. അതുകൊണ്ട് നമ്മൾ അത്ര കഷ്ടപ്പെടാതെ നേരെ സിന്തറ്റിക് പ്രൊജസ്റ്ററോൺസുകളാണ് സാധാരണഗതിയിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. Now coming to the actions of progestin. ഓരോ പാർട്സിലും ഓരോ രീതിയിലുള്ള ആക്ഷൻസുകളാണ്. യൂട്രസിലോട്ട് വരുന്ന സമയത്ത് it will bring secretory changes in estrogen primed endometrium. So it will change to hyperemia, totosity of the gland, and increased secretion will occur in the uterus. പ്രൊജസ്റ്ററോൺ സപ്പോർട്ട് ഇല്ലാത്ത സമയത്താണ് സാധാരണ ഈ ഒരു എഫക്റ്റ് ഇല്ലാത്ത സമയത്താണ് മ്യൂക്കോസൽ ഷെഡിങ് ഒക്കെ ഉണ്ടാവുന്നത്. അതാണ് മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഉണ്ടാവുന്ന സെല്ലുകളായിട്ട് വരുന്നത്. എൻഡോമെട്രിയം തിക്കൻ ചെയ്ത് നിൽക്കുന്ന പ്രോലിഫറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻഡോമെട്രിയം അതിന് ആവശ്യമില്ലാത്തൊരവസ്ഥയിലോട്ട് പോവുകയാണ്. ഇംപ്ലാന്റേഷൻ നടക്കാത്ത സമയത്ത്, പ്രഗ്നൻസി ആവശ്യമില്ലാത്ത സമയത്തോട്ട് പോവുകയാണ്. അങ്ങനെ ആ ഒരു പ്രോലിഫറേറ്റ് ചെയ്ത് നിൽക്കുന്ന എൻഡോമെട്രിയത്തിൽ പ്രഗ്നൻസി നടന്നിട്ടില്ലെങ്കിൽ പിന്നെ അത് യൂസ്ലെസ് ആണ്, മീൻസ് അത് എക്സ്ക്രീറ്റ് ചെയ്ത് കളയണം. അതാണ് സാധാരണഗതിയിൽ ഷെഡിങ് ഓഫ് മ്യൂക്കോസ എന്നുള്ള രീതിയിൽ മെൻസ്ട്രൽ സൈക്കിളിൽ സംഭവിക്കുന്നത് എന്നുള്ളതും കൂടി അതിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കുക. ദെൻ cervix, progesterone will convert watery cervical secretion induced by estrogen to viscid, scanty and cellular secretion which will undergonize sperm penetration. ഇതാണ് പ്രൊജസ്റ്ററോണിൻ്റെ വേറൊരു കോൺട്രാസെപ്റ്റീവ് ആക്ഷൻ ഉള്ള വേറൊരു ആക്ഷൻ എന്ന് പറയുന്നത്. പ്രൊജസ്റ്ററോൺ മാത്രമായിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ പ്രൊജസ്റ്ററോൺ വാട്ടറി സെർവൈക്കൽ സെക്രീഷനെ വിസിഡ്, സ്കാൻഡി, സെല്ലുലാർ സെക്രീഷൻസുകളായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ഫർദർ ആയിട്ടുള്ള സ്പേം പെനട്രേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. വജൈന, progesterone will induce pregnancy like changes in mucus. Then CNS, it will produce sedative effect in higher circulating concentration. ഈ ഇതുകൊണ്ടാണ് സാധാരണഗതിയിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് മൂഡ് ചേഞ്ചസുകളൊക്കെ ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഡിപ്രഷൻസ് അല്ലെങ്കിൽ മൂഡ്. ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ റെസ്പിറേഷൻ ഇൻ റിലേറ്റീവ്ലി ഹയർ ഡോസ് ഡ്യൂറിങ് ദ pregnancy. Then body temperature,
it will increases body temperature slightly up to 0.5 degrees Celsius, which is responsible for the higher body temperature seen during the luteinizing phase. Now in case of metabolism, prolonged use of progestin for oral contraceptive pills will impair the glucose intolerance, so it may lead to diabetic-like conditions. Then it will raises the LDL and it will lower the HDL level, reduces the beneficial effects of estrogen in combination with the estrogen. Estrogen ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നത് they will increases HDL and they will decreases LDL എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓറൽ അല്ലെങ്കിൽ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവിൽ സാധാരണ ഈസ്ട്രോജൻ്റെ കൂടെ പ്രൊജസ്റ്റിൻ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഈസ്ട്രോജൻ്റെ ഈ ബെനിഫിഷ്യൽ എഫക്റ്റ് ഇല്ലാണ്ടാക്കും എന്നുള്ളതാണ്. Then pituitary, in pituitary gland, estrogen will act as a weak inhibitor, so it will inhibit the gonadotroping hormones like FSH and LH by feedback mechanism. So these are the actions of progestin. Now coming to the adverse effects. എന്തൊക്കെയാണ് പ്രൊജസ്റ്റിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറയുന്നത്? നമ്മൾ നാച്ചുറലായിട്ട് സിന്തസിസ് ചെയ്യുന്ന സമയത്ത് കുറവുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് ബോഡിയിൽ പ്രൊജസ്റ്റിൻ സിന്തസിസ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന എഫക്ട്സുകളാണ് ബ്രസ്റ്റ് എൻകോച്ച്മെൻറ്റ്, ഹെഡേക്ക്, റൈസിങ് ടെമ്പറേച്ചർ, എഡീമ, ഈസോഫേജിയൽ റിഫ്ലെക്സ്, acne, mood swing in a higher dose. Then irregular bleeding and amenorrhea in continuous use. It will lower the HDL level and it may promote the atherosgenesis, atherosclerosis ഉണ്ടാക്കാൻ കാരണമാവും. It may increases the risk of breast cancer. Then blood sugar may rise. Diabetic may be precipitated by long-term use of progestin. Now intramuscular injection may cause painful. Then when given in early pregnancy, progestin may cause muscularization of female fetus and other congenital abnormalities may occur. It may cause multiple pregnancy and ovarian cyst. So these are the adverse effects of progestin. Now coming to uses, used as an oral contraceptives, hormonal contraceptive ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Then hormonal replacement therapy, ആവശ്യത്തിന് പ്രൊജസ്റ്റിൻ ബോഡിയിൽ സിന്തസിസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്. ദെൻ എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് സാധാരണ യൂട്രസിൽ മാത്രമാണ് ഈ എൻഡോമെട്രിയം പ്രോലിഫറേറ്റ് ചെയ്യാറുള്ളത് ഈസ്ട്രജൻ്റെ എഫക്റ്റ് കൊണ്ട്. ഓക്കെ, അങ്ങനെ അല്ലാത്ത കേസിൽ ഈസ്ട്രജൻ്റെ പ്രോലിഫറേഷൻ നടക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബ്യൂളിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്സിലൊക്കെ ഉണ്ടാവുന്ന തിക്നെസ് ആണ് ഈ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. എൻഡോമെട്രിയത്തിൻ്റെ കട്ടി കൂടുക എന്നുള്ളതാണ് കണ്ടീഷൻ. അതിനെ ഷെഡിങ് നടത്താൻ വേണ്ടിയിട്ട് ഈ പ്രൊജസ്റ്റിൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇൻഫെർട്ടിലിറ്റിക്കുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. എൻഡോമെട്രിയോസിസ് ഉണ്ടാവുന്നതാണ് പലപ്പോഴും ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു റീസൺ ആയി മാറുന്നത്. കാരണം തിക്ക് എൻഡോമെട്രി ആവുന്ന സമയത്ത് സ്പേം പെനട്രേഷനൊക്കെ അത് പ്രിവെൻറ്റ് ചെയ്യും, ആയിട്ട് കമ്പൈൻ ചെയ്യുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള എഫക്ട്സുകളൊക്കെ ഉണ്ട്. ദെൻ പ്രീ മെനസ്ട്രൽ സിൻഡ്രോം ഓർ ടെൻഷൻ ലൈക്ക് ഹെഡ് ഏക്ക്, ഇറിറ്റബിലിറ്റി, ഫ്ലൂയിഡ് റിട്ടൻഷൻ, ഡിസ്റ്റൻഷൻ, ബ്രസ്റ്റ് ടെൻഡർനെസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ യൂസ് ചെയ്യാം. ത്രെറ്റൻഡ് ആൻഡ് ഹാബിച്വൽ അബോർഷൻ, endometrial carcinoma, for the treatment of infertility, in vitro fertilization, then oligospermia in male. So these are the uses of progestin. ഇതൊക്കെ നമ്മളെപ്പോഴാണ് യൂസ് ചെയ്യുക? ആവശ്യത്തിന് ബോഡിയിൽ പ്രൊജസ്റ്റിൻ ഇല്ലെങ്കിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ആവശ്യത്തിൽ കൂടുതൽ പ്രൊജസ്റ്റിൻ ബോഡിയിൽ സിന്തസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ഡ്രഗ്സുകളാണുള്ളത്. ആൻറ്റി പ്രൊജസ്റ്റിൻ അല്ലെങ്കിൽ മിഫിപ്രിസ്റ്റോൺ എന്ന് പറയുന്നത്, ദെൻ സെലക്റ്റീവ് പ്രൊജസ്റ്ററോൺ റിസപ്റ്റർ മോഡുലേറ്റർ ലൈക്ക് ഉള്ളിപ്രിസ്റ്റൽ. ഓക്കെ, ഇതിൽ മിഫോപ്രിസ്റ്റോൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ്. 5 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഡ്രഗാണ് മിഫിപ്രിസ്റ്റോൺ എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൻ ആൻറ്റി പ്രൊജസ്റ്റേഷണൽ വിത്ത് സിഗ്നിഫിക്കൻ്റ് ആൻറ്റി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആൻഡ് ആൻറ്റി അഡ്രിനർജിക് ആക്ടിവിറ്റി. ഇതിന് ആൻറ്റി ഗ്ലൂക്കോകോർട്ടിക്കോയിഡൽ, അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് റിലീസ് ചെയ്യുന്നതിന് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റും കൂടിയുണ്ട്. അതുപോലെ ആൻറ്റി ആൻഡ്രോജനിക് എഫക്റ്റും ഉണ്ട്. മെയിൽ സെക്സ് ഹോർമോണിൻ്റെ ഓപ്പോസ് ചെയ്യുന്ന എഫക്റ്റും കൂടിയുള്ള ഒരു ആൻറ്റി പ്രൊജസ്റ്റേഷണൽ ഡ്രഗാണ് മിഫിപ്രിസ്റ്റോൺ എന്ന് പറയുന്നത്. മെക്കാനിസം ഓഫ് ആക്ഷൻ, they will act as a partial agonist as well as competitive antagonist for the progesterone receptor. In the absence of progesterone ബോഡിയിൽ ഇല്ലാത്ത സമയത്താണ് നമ്മൾ മിഫിപ്രിസ്റ്റോൺ കൊടുക്കുന്നത് എങ്കിൽ അത് വീക്ക് പ്രൊജസ്റ്റേഷണൽ ആക്ടിവിറ്റി ഉണ്ടാക്കുക, അഗണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ്. ഇറ്റ് വിൽ ഇൻഡ്യൂസ് പ്രീ ഡെസിഡുവൽ ചേഞ്ചസ്
it is regarded as an progesterone receptor modulator. In the presence of progesterone, ഇത് ഈ അഗണിസ്റ്റിക് ആക്ഷൻ പ്രൊഡ്യൂസും ചെയ്യുന്നില്ല. അതാണ്. നൗ കമ്മിങ് ടു ആക്ഷൻ. ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഗൊണാഡോട്രോപ്പിംഗ് റിലീസിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മിഫിപ്രിസ്റ്റോൺ ഫോളിക്കുലാർ ഫേസിൽ കൊടുക്കുന്ന സമയത്ത്, ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത് ഫോളിക്കിൾ ഫോം ചെയ്ത് അതിൻ്റെ മെച്ചുറേഷനും ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിന്തസിസ് ചെയ്യുന്നൊക്കെ ഒരു സ്റ്റേജിലാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗൊണാഡോട്രോപ്പിംഗ് സർജ്, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് FSHൻ്റെയും LSHൻ്റെയും സെക്രീഷൻ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഫോളിക്കുലാർ ഡെവലപ്മെൻറ്റും ഓവുലേഷനും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, ഡിലേ ചെയ്യുന്നുണ്ട്, ഓവുലേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, ഫെയിലിയർ ഉണ്ടാക്കുന്നുണ്ട്. അത് അബോർഷൻ ഉണ്ടാക്കാൻ കാരണക്കാരനായിട്ടുള്ള ഒരു എഫക്റ്റാണ്. രണ്ടാമത്തത്, if given during the luteinizing phase, it will prevent the secretory changes by blocking progesterone action of the endometrium. Progesterone blocking action ഉണ്ടായതുകൊണ്ട് തന്നെ പ്രൊജസ്റ്ററോൺ ഉണ്ടാക്കുന്ന സെക്രട്ടറി ചേഞ്ച് ഉണ്ട്. ഓവം സ്പേമും വൈൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എസ്ട്രജൻ പ്രോലിഫറേറ്റഡ് ആയിട്ടുള്ള യൂട്രസിനെ സെക്രട്ടറി ചേഞ്ചസുകൾ ഉണ്ടാക്കി പ്രഗ്നൻസിയിലേക്ക് കണ്ടീഷൻ ഉണ്ടാക്കുന്ന പ്രൊജസ്റ്ററോണിൻ്റെ ആക്ഷനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആക്ഷൻ. ഇനി മൂന്നാമത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ലേറ്റർ ഇൻ ദ സൈക്കിൾ ഇറ്റ് വിൽ ബ്ലോക്ക് ദ പ്രൊജസ്റ്ററോൺ സപ്പോർട്ട് ടു ദ എൻഡോമെട്രിയം ആൻഡ് അൺസ്ട്രെയിൻ ദ PG റിലീസ് ആൻഡ് ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ യൂട്രൈൻ കൺട്രാക്ഷൻ. ദെൻ യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ പ്രിവെന്റ് ദ പെനട്രേഷൻ ആസ് വെൽ ആസ് ഓൾറെഡി ബ്ലാസ്റ്റോസൈറ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇംപ്ലാന്റ് ചെയ്യാൻ സമ്മതിക്കാത്തൊരവസ്ഥ വരും. നൗ അനദർ ആക്ഷൻ, it will also sensitize the myometrium to the prostaglandin and it will induce the menstruation. സാധാരണഗതിയിൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ മെനസ്ട്രേഷൻ സംഭവിക്കില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് മയോമെട്രിയത്തിനെ സെൻസിറ്റൈസ് ചെയ്തിട്ട് പ്രോസ്റ്റാഗ്ലാൻഡിനോട്ട് സെൻസിറ്റൈസ് ചെയ്തിട്ട് മെനസ്ട്രേഷനെ ഇൻഡ്യൂസ് ചെയ്യുക. ഇനി ഇൻ കേസ് ഈ മെഫിപ്രിസ്റ്റോണ് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി കൺസെപ്റ്റ്സ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, ബ്ലാസ്റ്റോസൈറ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡെസിഡ്യൂലൈസേഷനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ്റെ പ്രൊഡക്ഷനെ ഡിക്രീസ് ചെയ്യിക്കും. ഇങ്ങനെയുള്ള എല്ലാ എഫക്റ്റും കൂടിയിട്ടാണ് മിഫിപ്രിസ്റ്റോൺ അബോർഷൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ആക്ഷൻസ് ഓഫ് മിഫിപ്രിസ്റ്റോൺ. So coming to adverse effects, anorexia, nausea, tiredness, abdominal discomfort, loose motion, uterine cramp and menstrual irregularity. ഈസ്ട്രജൻ പ്രൊജസ്റ്ററോണുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഡ്രഗ് നമ്മൾ കഴിക്കുകയാണെങ്കിലും ഉണ്ടാവാൻ പോകുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി തന്നെയായിരിക്കും. ബോഡിയിൽ നോർമലായിട്ട് നടക്കുന്ന ഒരു ഹോർമോണൽ ബാലൻസ് അതിനൊക്കെ അത് താളം തെറ്റിക്കും. സ്വാഭാവികമായിട്ടും മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. അത് തന്നെയാണ് ഓറൽ കോൺട്രാസെപ്റ്റീവിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നവും. കോൺട്രാസെപ്റ്റീവ് പിൽസിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. Now coming to uses, Mifepristone, important use is termination of pregnancy. Up to 7 week വരെയൊക്കെയുള്ള പ്രഗ്നൻസിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഇത് യൂസ് ചെയ്യാറുള്ളത്. ബൈ യൂസിങ് 600 mg ഓഫ് സിംഗിൾ ഡോസ് ഓഫ് Mifepristone. It will lead to complete abortion of 60 to 85% cases. 100 ആൾക്കാർ എടുക്കുകയാണെങ്കിൽ ഇത് കഴിച്ച് 7 വീക്കിൻ്റെ ഉള്ളിലുള്ള പ്രഗ്നൻസിയിൽ 60 to 85% ആൾക്കാരിലും അബോർഷൻ ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ്. ആൻഡ് ടു ഇംപ്രൂവ് ദ സക്സസ് റേറ്റ്, കറണ്ട് റെക്കമെൻഡേഷൻ ഇസ് ടു ഫോളോ 48 hours ലേറ്റർ എ സിംഗിൾ യൂസ് ഓഫ് 400 mg ഓഫ് ഓറൽ മിസോപ്രോസ്റ്റോൾ. മിസോപ്രോസ്റ്റോൾ എന്ന് പറയുന്നത് ഒരു പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗാണ്. അപ്പോൾ അതും കൂടിയും ഇതിൻ്റെ കൂടെ 48 മണിക്കൂറിന് ശേഷം കഴിക്കുക എന്നുള്ളതാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട്. ദെൻ സെർവൈക്കൽ റൈപ്പനിങ്. സെർവൈക്കൽ റൈപ്പനിങ് എന്ന് പറയുന്ന സർജിക്കൽ അബോർഷനോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഓഫ് ലേബറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ സർജറിയുടെ മുന്നേ 24 to 30 hours ബിഫോർ സർവൈക്കൽ സോഫ്റ്റനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. 600 mg മിഫിപ്രിസ്റ്റോൺ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഫോർ പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്റ്റീവ്, ഇന്റർകോഴ്സ്, സെക്ഷൽ ഇന്റർകോഴ്സ് നടന്ന് 72 hours ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ് മിഫിപ്രിസ്റ്റോൺ എന്ന് പറയുന്നത്. 600 mg given within 72 hours of intercourse interfere with implantation. Now for the induction of labor,
Mifepristone can promote the labor by blocking relaxant action of progesterone on uterus, and tried in case of intrauterine fetal death to deliver abnormal fetus, etc. Induction of labor ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. രണ്ട് കേസിലാണ്, ഒന്ന് ഫീറ്റസ് ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അബ്നോർമൽ ഫീറ്റസിനൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് റിലാക്സൻ്റ് ആക്ഷൻ ഓഫ് പ്രൊജസ്റ്ററോൺ അതിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡ്രഗ് ചെയ്യുന്നത്. Then Cushing syndrome, Mifepristone has palliative effect due to glucocorticoid receptor blocking property. അപ്പോൾ പ്രൊജസ്റ്ററോൺ എന്താണ് എന്നും പറഞ്ഞു, ആൻറ്റി പ്രൊജസ്റ്ററോൺ എന്താണെന്നും പറഞ്ഞു. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ. അപ്പോൾ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. ഇപ്പോൾ ഒരു 4 പോയിന്റെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്താണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ: സബ്സ്റ്റൻസ് വിച്ച് വിൽ ഇൻഡ്യൂസ് ദ യൂട്രസ് ഓഫ് ഓവർ എക്ടിമൈസ്ഡ് animal. Progesterone, which are the substances which will convert the estrogen primed proliferative endometrium to secretory and to maintain pregnancy. And second point is from where it is secreted. Estrogen is secreted by the ovary and it is synthesized in Gravian follicle, corpus luteum and placenta. And progesterone are secreted by corpus luteum only after the half of the menstrual cycle. Ovulation കഴിഞ്ഞതിന് ശേഷമാണ് പ്രൊജസ്റ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഈസ്ട്രജൻ അതിന് മുന്നെയാണ്, ഓവുലേഷൻ്റെ മുന്നെയാണ് ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യുന്നത്. പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യുന്നത് ഓവുലേഷന് ശേഷമാണ്. ദെൻ കമ്മിങ് ടു ദ റിസപ്റ്റർ, എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ? ഈസ്ട്രജൻ റിസപ്റ്ററിൽ ആക്ട് ചെയ്തിട്ടാണ് ഈസ്ട്രജൻ ആക്ട് ചെയ്യുന്നത്, പ്രൊജസ്റ്ററോൺ റിസപ്റ്ററിൽ ആക്ട് ചെയ്തിട്ടാണ് പ്രൊജസ്റ്ററോൺ ആക്ട് ചെയ്യുന്നത്. Now, what are the functions of estrogens as well as progestin? Growth of sex organs like uterus, fallopian tubule, proliferation of endometrium, menstruation, pubertal changer, secondary sex characters like growth of breast, pubic hair, then increased coagulability, increased HDL and decreased LDL. These are the functions of estrogen. Coming to functions of progestin, secretory changes in estrogen primed endometrium. It will convert watery cervical secretion induced by estrogen to viscid scanty cellular secretion which is hostile to sperm penetration. Hostile means which will reduce or which will act as an antagonist to sperm penetration, and it will increase body temperature by 0.5 degrees Celsius, and it have an opposite effect that of estrogen. It will decreases HDL and increases LDL. Now coming to drugs or classification of estrogen and progesterone. നാച്ചുറൽ എന്ന് പറയുന്നത് ഇസ്ട്രാഡയോൾ ആണ്, അതുപോലെ സിന്തറ്റിക് ആയിട്ട് ഇഥനൈൽ എസ്ട്രാഡയോൾ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സുകളൊക്കെ ഉണ്ട്. പ്രൊജസ്റ്ററിൻ്റെ കേസിൽ നാച്ചുറൽ പ്രൊജസ്റ്ററോൺ ആണ്, സിന്തറ്റിക് ആയിട്ട് പ്രൊജസ്റ്ററോൺ ഡെറിവേറ്റീവ് ഉണ്ട്, നോർ ടെസ്റ്റോസ്റ്ററോൺ ഡെറിവേറ്റീവ്സ് കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരും പഠിച്ചു വെക്കുക. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊജസ്റ്ററോൺ ആൻഡ് ഈസ്ട്രജൻ.